നമസ്കാരം. പാലക്കാട് നെന്മാറ രതീഷാണ് സംസാരിക്കുന്നത്. ഞാൻ ഗുരുവായൂർ ദേവസ്വം ബോർഡിന് ഒരു വീഡിയോ ചെയ്ത് അയക്കണം പറഞ്ഞിട്ട് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ 14-ാം തീയതി 14/12/2025 അന്ന് കാലത്ത് ഞങ്ങളൊരു ദർശനത്തിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു സുഖമില്ലാത്ത കുട്ടിക്ക് വേണ്ടി ഞാൻ സംസാരിക്കണം. എന്താ വെച്ചാൽ അത് എല്ലാവരും അറിയണം. ഈ സുഖമില്ലാത്ത കുട്ടീനെ കൊണ്ടുപോയി ശനി ഞായർ വന്ന് ആ കുട്ടികൾക്ക് ദർശനമില്ല എന്നാണ് പറയുന്നത്. കോർട്ട് ഓർഡർ എന്നാണ് പറയുന്നത്. ഈ കോർട്ട് ഓർഡർ അറിയാത്ത ആൾക്കാർ എങ്ങനെ പെട്ടെന്ന് പോയി. ഇപ്പോൾ നമുക്കറിയില്ല, അറിയാത്ത കാര്യം നമ്മൾ പോയത്. പക്ഷേ ആ പോകുമ്പോൾ ഒരു ഉള്ളിൽ പോയിട്ട് ഞങ്ങൾ കിഴക്കേ നടയിൽ പോയി. അപ്പോൾ അവർ ബാക്ക് സൈഡ് വന്നോളൂ, അവിടെ വന്ന് അവർക്ക് വീൽ ചെയറൊക്കെ ഉണ്ട്, അതിനുള്ള സൗകര്യം ചെയ്തു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ കൊണ്ടുപോയപ്പോൾ അവിടുത്തെ സെക്യൂരിറ്റീസ് അവർക്ക് കുഴപ്പമില്ല, കുട്ടി വന്നോളൂ, ഇപ്പോൾ സി വി ഐയിൽ നടക്കുകയാണ്, ഒരു 7 മണിക്ക് നീ കൊണ്ടുവന്ന് വെച്ചാൽ കറക്റ്റായിരിക്കും ദർശനം ചെയ്യാൻ വേണ്ടി അവർ ഉള്ളിൽ പോയിക്കോളൂ പറഞ്ഞു. അപ്പോൾ ഈ ഉള്ളിൽ പോയാൽ പിന്നെ ഇവർക്ക് ഈ കുട്ടികൾക്ക് ഇപ്പോൾ ദർശനമില്ല. സുഖമില്ലാത്ത കുട്ടികൾക്കാണ് നമ്മൾ പറയണത്. അത് നന്നായി ചിന്തിക്കണം. നമ്മുടെ ഗുരുവായൂർ ദേവസ്വം ബോർഡിന് ഇതൊക്കെ അറിയുമോയെന്ന് എനിക്കറിയില്ല. പക്ഷെ മാക്സിമം ഗുരുവായൂർ ദേവസ്വം ബോർഡ് ഇതൊക്കെ ഒരു പരിഹാരം ചെയ്താവണം. എന്താണെന്ന് വെച്ചാൽ അറിയാത്ത ആൾക്കാർ, ഈ കോർട്ട് ഓർഡർ അറിയാത്ത ആൾക്കാർ ഇങ്ങനെ വന്നുപോയി വെച്ചാൽ വന്നുപോയാൽ ഒന്ന് ദർശനം ചെയ്യിപ്പിക്കണം. അതാണ് നമ്മുടെ ദേവസ്വം ബോർഡ്. നമ്മൾ അമ്പലമല്ലേ, അമ്പലത്തിൽ ഇപ്പോൾ എത്രയും വലിയൊരു ഗുരുവായൂർ ക്ഷേത്രത്തിൽ വന്ന് ഒരാൾ വന്ന് ദർശനം കാണാതെ ഒരു സങ്കടത്തിൽ പോകാൻ പാടില്ല. അപ്പോൾ അത്രയും സങ്കടമായിരുന്നു. ഞങ്ങളൊക്കെയും കണ്ടു. ആ കുട്ടിക്ക് കാണിക്കാൻ പറ്റില്ല. കാരണം വെച്ചാൽ 2 മണിക്ക് വരും, ഇല്ലെങ്കിൽ നിങ്ങൾ തിങ്കളാഴ്ചയിലെ വരേണ്ടത്, നിങ്ങൾ സാറ്റർഡേ സൺഡേ വരാൻ പാടില്ല എന്നുള്ളതൊക്കെയാണ് അവിടത്തുള്ള ആൾക്കാർ സംസാരിക്കും. ഞാൻ മാനേജ്മെൻറ്റിനെ ബന്ധപ്പെടാമെന്നുള്ള നോക്കി, പക്ഷേ എനിക്ക് പറ്റിയില്ല. മാനേജർ റൂമായിരിക്കും പോയി. അപ്പോൾ അതിന് മുന്നേ മൂപ്പർ പറഞ്ഞു, ഇല്ല ഇവിടെ നിങ്ങൾക്ക് ദർശനം ചെയ്യാൻ പറ്റില്ല. പിന്നെ ഞാൻ ഉള്ള സെക്യൂരിറ്റികളെ കൊണ്ടെല്ലാം ചോദിച്ചു. ഇല്ല, ഉള്ളിൽ പറഞ്ഞു വെച്ചാൽ അതൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് അവിടത്തുള്ള ആൾക്കാർ പറയണത്. പക്ഷേ ഇതൊക്കെ ഒരു മാനേജ്മെൻറ്റ് കാണണം. ഈ വീഡിയോ കണ്ടുവച്ചാൽ ഒന്ന് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാകുമ്പോൾ, ഇപ്പോൾ ഞങ്ങൾ ബുദ്ധിമുട്ടായ പോലെ മറ്റുള്ള ആൾക്കാർക്ക് വന്നു വെച്ചാൽ ഒന്ന് ബുദ്ധിമുട്ടാകാതെ ഒന്ന് നോക്കണം. എന്താ വെച്ചാൽ സുഖമില്ലാത്ത കുട്ടികളെ കൊണ്ടുവരുമ്പോൾ ഒന്ന് ദർശനം കണ്ടില്ലെങ്കിൽ എൻ്റെ ഏട്ടൻ്റെ മോനാണത്. അപ്പോൾ എത്രയും സങ്കടം എത്രയും ഉണ്ടാവും എന്നറിയാം. ഞങ്ങളെല്ലാം ദർശനം കണ്ടു, ആ കുട്ടിക്ക് ദർശനം ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് മാനേജ്മെൻറ്റ് ഇടപെട്ട് ഒന്ന് നല്ല ഒരു രീതിയിൽ വന്ന് നമ്മുടെ എത്രയോ നല്ല ഒരു അമ്പലമാണ് നമ്മുടെ ഗുരുവായൂർ ക്ഷേത്രം. അപ്പോൾ മാക്സിമം ഇങ്ങനെയൊന്നും വരാതെ ചെയ്യിപ്പിക്കുക. അങ്ങനെ വന്നു വെച്ചാൽ എന്തെങ്കിലും നിങ്ങൾ ഒരു പരിഗണന ചെയ്ത് ദർശനം ചെയ്യാൻ പഠിപ്പിക്കുക. അതാണ് നമ്മുടെ ഒരു സർവീസ്. അതാണ് സർവീസുള്ള ഒരു ദൈവത്തിനുള്ള അമ്പലത്തിലുള്ള ആൾക്കാർക്ക് ചെയ്യുന്ന പണി. അപ്പോൾ അവിടെ വർക്കേഴ്സുകളിനെ കറക്റ്റായിട്ട് ഒന്ന് കറക്റ്റ് ചെയ്യുക. എല്ലാവരും ഞാൻ കുറ്റം പറയാൻ വീഡിയോ ചെയ്തതല്ല. അവരവരുടെ മനസ്സിനുള്ള വേദന കൊണ്ടാണ് ഞാൻ പറയണത്. ഇതേപോലെയുള്ള വേദന വേറെ ആർക്കും സംഭവിക്കാൻ പാടില്ല. നന്ദി, നമസ്കാരം, താങ്ക് യു. മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക. ആ മാനേജ്മെൻറ്റ് ഗുരുവായൂർ ദേവസ്വം ബോർഡിലേക്ക് എങ്ങനെയെങ്കിലും ഈ വീഡിയോനെ എത്തിച്ച് മറ്റുള്ളവർക്കെങ്കിലും ഇങ്ങനെയുള്ള സംഭവം നടക്കാൻ പാടില്ല എന്നുള്ള എൻ്റെ ഒരു പ്രാർത്ഥന. നന്ദി, നമസ്കാരം.